الإنسان علمه البيان الذي أنزل القرآن في شهر رمضان هدى للناس وبينات من الهدى والفرقان نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم فاقرؤوا ما تيسر من القرآن علم أن سيكون منكم مرضى وآخرون يضربون في الأرض يبتغون من فضل الله وآخرون يقاتلون في سبيل الله فاقرؤوا ما تيسر منه وأقيموا الصلاة وآتوا الزكاة وقرضوا الله قرضا حسنا وما نقدموا لأنفسكم من خير تجدوه عند الله هو خيرا وأعظم أجرا واستغفروا الله إن الله غفور رحيم صدق الله العلي അള്ളാഹുവിന്റെ ദീനിലെ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ സഹോദരികൾ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും മുറുകെ പിടിച്ച് തഖ്വയോടുകൂടി ജീവിക്കുകയും അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമായ സ്വർഗം, ശാശ്വതമായ സ്വർഗം, അത് നേടിയെടുക്കുന്നതിൽ സകല കാര്യങ്ങളിലും തികഞ്ഞ ജാഗ്രത പുലർത്തുകയും ചെയ്യണമെന്ന് ആദ്യം എന്നോടും അതോടൊപ്പം നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ ഏറെ അനുഗ്രഹീതമായ മാസം റമദാനിലേക്ക് നമ്മൾ പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഒരിക്കൽ കൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവസരം നൽകുകയാണ്, ഈ ആയുസ് ഇതിലേക്ക് നീട്ടി തന്നുകൊണ്ട്. നമുക്കറിയാം, ആകാശ ഭൂമി പ്രപഞ്ചം മുഴുവൻ ഒന്നിച്ചണിചേരുന്ന ഒരു മഹാ സുദിനമാണ് വിശുദ്ധ റമദാൻ എന്ന് പറയുന്നത്. ഭൂമിയിലെ മണത്തരികളെക്കാളും എണ്ണമുള്ള മലായിക്കത്തുകൾ ഒന്നിച്ചിറങ്ങി അതിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അതിൻ്റെ നേതൃത്വം പ്രവാചകന്മാരിലേക്ക് ഇറങ്ങാറുള്ള എല്ലാ മതങ്ങളും വിശ്വസിക്കുന്ന ഗബ്രയേൽ എന്ന് പറയുന്ന ജിബ്രീൽ അലൈഹിസ്സലാം ഏറ്റെടുത്ത് അനുഗ്രഹീതമാക്കപ്പെടുന്ന ഒരു മാസമാണ് വിശുദ്ധ റമദാൻ എന്ന് പറയുന്നത്. മൊത്തം ജനങ്ങളെ വിളിച്ചുകൊണ്ട് റമദാനിന് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിക്കാറുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അയ്യുഹന്നാസ് എന്ന് വിളിച്ചുകൊണ്ടാണ് പ്രവാചകൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇന്ന് ഇത് മൊത്തം ജനങ്ങളെ വിളിച്ചുണർത്തി പറയാനുള്ള ബാധ്യത ഷഹാദത്തുൽ ഹക്ക് ഏറ്റെടുത്ത, ഷഹാദത്ത് കലിമ ഉച്ചരിച്ച മുഴുവൻ ആളുകളുടെയും ബാധ്യതയാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഖദ് അളല്ലക്കും, നിങ്ങൾക്കിതാ സമാഗതമായി കഴിഞ്ഞിരിക്കുകയാണ്.
ഷഹറുൻ അലീം, അതിമഹത്തായ ഒരു മാസം. ഷഹറുൻ മുബാറക്കുൻ, ബർക്കത്തുള്ള, അനുഗ്രഹങ്ങൾ നിറക്കപ്പെട്ട. ഈ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സംഗതിയാണ്. അതെങ്ങാനും നമുക്ക് കിട്ടാതെ പോയാൽ അതുവഴി എല്ലാം നഷ്ടപ്പെട്ട ഹതഭാഗ്യരായി മാറും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നൊക്കെ നമ്മൾ അതേപോലെ എല്ലാ അർത്ഥത്തിലും ബാറക്കല്ലാഹു ഫീഹി വിവാഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ അനുഗ്രഹമായി പറയാറുള്ളത് ബർക്കത്താണ്. കച്ചവടത്തിലാണെങ്കിലും മക്കളുടെ കാര്യത്തിലാണെങ്കിലും സ്വന്തത്തിന്റെ സകല കാര്യങ്ങളിലും ബർക്കത്തെങ്ങാനും കിട്ടാതെ പോയാൽ എല്ലാം നഷ്ടപ്പെട്ട് ഹതഭാഗ്യരായി മാറുക തന്നെ ചെയ്യും. നരകമായിരിക്കും അതിന്റെ പരിണിത ഫലം. എന്നാൽ ബർക്കത്ത് കിട്ടിക്കഴിഞ്ഞാൽ, ബർക്കത്തുണ്ടായാൽ എത്ര നിസ്സാരപ്പെട്ട കാര്യമാണെങ്കിലും അതിൽ അള്ളാഹുവിന്റെ ബർക്കത്തുണ്ടായാൽ അത് മഹാ അനുഗ്രഹമായിട്ടാണ് അത് പിന്നീട് മാറാൻ പോകുന്നത്. ശാശ്വതമായ ലോകത്തേക്ക് അത് മാറ്റപ്പെടും ആ അനുഗ്രഹം. എന്നാൽ ബാക്കിയുള്ളതൊക്കെ ഇവിടെ അവസാനിക്കും എന്ന് മാത്രമല്ല, അതിന്റെ പരിണിതി ശാശ്വതമായ ലോകത്തേക്ക് അതും മാറ്റപ്പെടും. പക്ഷെ നരകത്തിലേക്കായിരിക്കും അതിന്റെ പരിണിതി. അതുകൊണ്ട് നിങ്ങൾക്ക് ധാരാളമായി ബർക്കത്ത് ചൊരിയുന്ന ഷഹറുൻ മുബാറക്കുൻ, ബർക്കത്തുകളുടെ വഴിഞ്ഞൊഴുകുന്ന ഒരു മാസമാണ് കേട്ടോ ഇത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി പറയുകയും, എന്താണ് അതിൽ ഏറ്റവും വലിയ ബർക്കത്ത്? ഇദാ ദഖല റമളാൻ, റമളാനെങ്ങാനും സമാഗതമായി കഴിഞ്ഞാൽ, നേരത്തെ സൂചിപ്പിച്ച് പലപ്പോഴും നമ്മൾ കേൾക്കാതുള്ളത് പോലെ സ്വർഗത്തിന്റെ കവാടങ്ങൾ അല്ലാഹു മലർക്കെ തുറക്കുകയാണ്. ഫുത്തിഹത്ത് അബ്വാബുൽ ജന്ന, സ്വർഗം, ശാശ്വതമായ ലോകം. ആർക്കാണ് സ്വർഗത്തെ കുറിച്ച് വ്യക്തമായി അറിയാത്തത് കൊണ്ട് അന്ധക്കേടിൽ കിടക്കുന്ന ആൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇച്ഛിക്കുന്നതൊക്കെ സാധിക്കുന്ന, ആഗ്രഹിക്കുന്നതൊക്കെ സാധിക്കുന്ന, ഒരിക്കലും മടുപ്പിന്റെയോ പ്രയാസത്തിന്റെയോ ഒരു കണിക പോലും ഇല്ലാത്ത, ഓരോ ദിവസവും മികച്ച് അറ്റമില്ലാത്ത ലോകത്ത് അള്ളാഹുവിന് സമാനമായ ഒരു അവസ്ഥ, ആഗ്രഹിക്കുന്നതൊക്കെ തങ്ങളുടേതായി മാറ്റാൻ സാധിക്കുന്ന ഒരവസ്ഥ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച് ബഹുമാനിച്ച് അങ്ങോട്ട് നൽകുകയാണ്. അങ്ങനെ ആ സ്വർഗം മലർക്കെ തുറക്കപ്പെടുകയും മാത്രമല്ല നരകത്തിന്റെ കവാടം കൊട്ടിയടക്കുക. പ്രയാസമാണ്, വല്ലാത്തൊരു പ്രയോഗമാണിത്. നമുക്കത് മനസ്സിലാവും. ഈ സ്വർഗം എന്ന് പറയുന്നത് എളുപ്പമാക്കപ്പെടുകയാണ്. ഓരോ പള്ളികളിലൊക്കെ ജനം തടിച്ചുകൂടി. യഥാർത്ഥത്തിൽ ആ ജനമൊക്കെ ഈ പ്രദേശത്തുണ്ടോ, ഉണ്ടായിരുന്നോ എന്ന് അത്ഭുതം കൂതും അക്കൂറുമാർ. ജനം തടിച്ചുകൂടി വരുന്ന ആ ജനം അതെങ്ങാനും അതിൽ നിലനിൽക്കുകയാണ് എങ്കിൽ, ആ വരവിൽ അവർ നിലനിൽക്കുകയാണ് എങ്കിൽ വല്ലാത്തൊരവസ്ഥയാണ്. അവർക്ക് അതിലൂടെ മുന്നേറാനുള്ള വലിയ ഒരു കൂട്ടായ്മ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി കൊടുക്കുക തന്നെ ചെയ്യും. പക്ഷെ പലപ്പോഴും മുമ്പാരോ ഒരു ഉദാഹരണം പറഞ്ഞു, ഒരു ഓട്ട ടാങ്കിലാണ് ഇപ്പോൾ ഡീസലും പെട്രോളൊക്കെ നിറച്ചുകൊണ്ടിരിക്കുന്നത് പല ആളുകളും. ഒരു യാത്ര പോകണം, ഡൽഹിയിലേക്ക് എത്തണം, വാഹനമൊക്കെ ശരിയാണ്, കണ്ടീഷനാണെന്ന് ഉറപ്പുവരുത്തണം. എന്നിട്ട് എന്ത് ചെയ്യണം? അതൊക്കെ റെഡിയാക്കിയിട്ട്, അതിന് മാസങ്ങളെടുത്താൽ ആ മാസങ്ങളെടുത്ത് റെഡിയാക്കിയിട്ട് അതിൽ ഇന്ധനം നിറക്കണം. ആ ഇന്ധനം നിറക്കുമ്പോൾ ബോധ്യം വേണം ഇതിന് ഓട്ടയില്ല എന്ന്. ഓട്ട ടാങ്കിൽ ഇന്ധനം നിറച്ചത് കൊണ്ട് അത് ലക്ഷ്യത്തിലെത്തുകയില്ല. അതിന് ചെറിയൊരു ശുചിരുണ്ടായാൽ തന്നെ മതി, അതിലൂടെ അത് മുഴുവൻ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് 6 മാസം എടുത്ത് ആലോചിച്ച് നല്ല ബോധപൂർവം റമദാനിൽ ഈ 11 മാസവും ഓട്ടയും അതിനുണ്ടാവുകയില്ല, അതാ ലക്ഷ്യത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും എന്ന് ഉറപ്പുവരുത്തുവാൻ മാസക്കണക്കിന് എടുക്കാറുണ്ടായിരുന്നു സഹാബികൾ. അങ്ങനെ നേരിടേണ്ട, അല്ലെങ്കിൽ അതിനെ സ്വീകരിക്കേണ്ട റമദാൻ അള്ളാഹു എല്ലാവിധ അനുഗ്രഹ കവാടങ്ങളും തുറന്നു തന്ന് പിശാചിനെ ബന്ധസ്ഥനാക്കും. പിശാചിനെ കെട്ടിയിടും. ഇതൊരു ആലങ്കാരിക പ്രയോഗമാണ് എന്നത് ശരിയാണ്. പക്ഷെ എന്നാലും നമുക്കത് അനുഭവപ്പെടും. ഇതൊരു യാഥാർത്ഥ്യമായി നമുക്ക് അനുഭവപ്പെടും. കാരണം എന്നാൽ എല്ലാവരും ഒരുമിച്ച് അങ്ങോട്ട് ഇറങ്ങുകയാണ്. എന്തൊരു ആരംഭമാണ് റമദാൻ, എന്തൊരു ആഹ്ലാദമാണ് റമദാൻ. റമദാനിന്റെ ആരംഭം, തുടക്കം, അതങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഈ സമൂഹം, ഈ സമുദായം എവിടെ എത്തുമായിരുന്നു? ലോകം ഒന്നിച്ച് നന്മയിലേക്ക് തിരിയുകയാണ്. അതേപോലെ തന്നെ ആത്മീയമായ സുരക്ഷാ വലയം തീർക്കപ്പെടുകയാണ്. അതുപോലെ തന്നെ കള്ളുകുടിയും വ്യഭിചാരവും കുടിച്ചു മതിക്കലും അതുപോലുള്ള പ്രയാസവും ദുഷ്കരവുമാക്കപ്പെടുകയാണ്. ഇന്ന് മുമ്പ് കുടിച്ച മാതിരിയുണ്ട്, കുടിക്കാൻ കഴിയുന്നില്ല, വല്ലാത്തൊരു ചൊറിച്ചില് ഉള്ളിൽ. അങ്ങനെ ഒരവസ്ഥ ഗവൺമെന്റ് ഭരണകൂടത്തിന് അതില്ല. അത് 12 മണി വരെ നീട്ടി കുടിച്ചോ എന്ന് റമദാനോട് അനുബന്ധിച്ച് പറഞ്ഞത് അത് വേറെ കാര്യമാണ്.
അതവർക്ക് അള്ളാഹു അങ്ങനെയുള്ള കവാടങ്ങളെ തുറന്നു കൊടുക്കുക. അക്രമികളായ മർദ്ദകരായ ഭരണാധികാരികൾക്ക് അങ്ങനെയുള്ള കവാടങ്ങളെ തുറന്നു കൊടുക്കുക. അത് ഏത് കാലഘട്ടത്തിലും അള്ളാഹു ചെയ്യുകയും ചെയ്യും. സ്വർഗവും നരകവും ഒരുമിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. എന്നാൽ നോക്കൂ നിങ്ങൾ, ഇതര മതസ്ഥരായ ആളുകൾ പോലും കാവലായി മാറ്റപ്പെടുന്ന ഒരവസ്ഥ ഒരു ഭാഗത്തുണ്ട്. വിശ്വാസികൾക്ക് അനുകൂലമായ നാടും വീടും സമൂഹവും ഒന്നിച്ച് തിന്മക്ക് പ്രതികൂലമാവുകയും നന്മക്ക് അനുഗ്രഹീതമായി മാറുകയും ചെയ്യുന്ന, അതാണ് ഈ പറഞ്ഞതിന്റെ ഏറ്റവും നമുക്ക് അനുഭവപ്പെടുന്നത്. അത് അദൃശ്യ ലോകത്ത് വലിയ സംഭവം നടക്കുന്നുണ്ട്, അത് വേറെ കാര്യമാണ്. സ്വർഗം ഒരുക്കപ്പെടുന്നുണ്ട്, ഒരു കൊല്ലത്തോളമായി ഒരുക്കപ്പെടുന്നു റമദാനിന് വേണ്ടി എന്നൊക്കെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ നമുക്ക് കാണാൻ സാധിക്കും, തിന്മയുടെ വക്താക്കൾക്ക് അവർക്ക് എന്താണ്, അതൊരു ത്യാഗം സഹിക്കേണ്ടി വരികയാണ്. അന്നും കൂടെ ഈ റമദാനിലും കൂടെ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വല്ലാത്ത എഫർട്ട് എടുക്കേണ്ട ഒരു അവസ്ഥയാണ്. നോമ്പില്ലാത്ത ആളുകൾക്ക് നോമ്പ് നോൽക്കേണ്ടതുണ്ട്, പക്ഷെ നോമ്പില്ല. ഇനി ഇല്ലാത്ത നോമ്പ് നോൽക്കാത്ത ആളുകൾക്ക് പോലും ഭക്ഷണം കഴിക്കുവാൻ ഒരു പ്രയാസം. നോക്കൂ നിങ്ങൾ, നോമ്പ് നോൽക്കേണ്ടവൻ നോമ്പ് നോൽക്കാതിരുന്നു കഴിഞ്ഞാൽ അവന്റെ അവസ്ഥ എന്താണ്? കട്ട് തിന്നണം, അങ്ങനെ മോഷ്ടിച്ച് തിന്നാനേ പറ്റൂ. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, അഭിനയിക്കണം, നോമ്പ് അഭിനയിക്കാൻ അവൻ ബാധ്യസ്ഥനാണ്. അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ അഭിനയിക്കാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് അള്ളാഹു അത് എനിക്കുള്ളതാണ്, എനിക്ക് മാത്രമേ തിരിയുള്ളൂ, ഇവൻ ആരാണ്, കള്ളനാണോ അല്ല എന്നുള്ളത്. അതുകൊണ്ട് പ്രവാചകൻ അതിനെക്കുറിച്ച് അതേപോലെ തന്നെ കാര്യങ്ങൾ ഒളിച്ചു വെക്കേണ്ട അവസ്ഥയുണ്ട്, മറച്ചു വെക്കേണ്ട അവസ്ഥയുണ്ട്. മാത്രമല്ല, ഇനി അങ്ങനെയൊക്കെ ധിക്കരിച്ച് അവൻ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അവന്റെ ഉമ്മയുടെയും ബാപ്പയുടെയും കുടുംബത്തിന്റെയും മാത്രമല്ല നാട്ടുകാരുടെ ഉൾപ്പെടെ വെറുപ്പ് സമ്പാദിക്കേണ്ട അവസ്ഥ. അതാണ് തിന്മയ്ക്ക് അള്ളാഹു വല്ലാത്തൊരു ബന്ധനം, ഒരു പിടിച്ചുകെട്ടൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നടത്തിക്കൊണ്ട് നരക കവാടം കുട്ടിയടച്ചിട്ട് ഇനി നരക കവാടത്തിലൂടെ തന്നെ പോകണമെങ്കിൽ ഈ ഭരണകൂടത്തെയൊക്കെ പോലെ പിടിച്ച് അവസാനം അധ്വാനിച്ച് ബലം പ്രയോഗിച്ച് കയറേണ്ടി വരും. അതാണ് അവസ്ഥ, നമുക്കതിനെ കാണാൻ സാധിക്കും. അതുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞ ശപിക്കപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകരുത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം മിമ്പറിലേക്ക് കയറുമ്പോ 3 ആമീൻ തുടർച്ചയായി ചെല്ലി. അതിലൊരു ആമീൻ എന്തായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. റമദാൻ വന്നിട്ടും നരക വിമുക്തി എങ്ങാനും നേടാത്തവൻ അള്ളാഹുവിനാൽ നാശം, അവന് സകല സൃഷ്ടികളാലും നാശം എന്ന് പ്രവാചകൻ കേൾക്കെ ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ആമീൻ പറയുകയും ചെയ്തു. എന്നിട്ട് പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, മൻ അദറക റമളാന ഫലം യഗ്ഫിർ ലഹു ഫമത. ഒരു മനുഷ്യന്റെ മുമ്പിലേക്ക് റമളാൻ വന്നിട്ട് എന്നിട്ടും അവൻ പാപമോചനം തേടുന്നില്ല, നരക വിമുക്തി നേടുന്നില്ല എങ്കിൽ ഇനി എന്നാണ് അവൻ? വല്ലാത്തൊരു ചോദ്യമാണ്. ആരാണ് പ്രാർത്ഥിച്ചത്? ആരാണ് ആമീൻ ചൊല്ലിയത്? അതിന്റെ ഉത്തരം എങ്ങനെ ആയിരിക്കും? അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പ്രവാചകൻ ആരെങ്കിലുമാണോ? അഷ്റഫുൽ ഖൽഖാണ്. പറഞ്ഞ വാക്കും ഒന്നും ആർക്കും കണ്ടെത്താൻ സാധിക്കുന്നില്ല. 40 വയസ്സ് വരെ മിണ്ടാൻ സാധിച്ചിരുന്നില്ല ഒരു അക്ഷരം ഖുർആനിന്റെ. 40 വയസ്സ് മുതൽ ജനങ്ങൾക്കിടയിൽ വെച്ച് അങ്ങനെ പറയുകയും എന്നാൽ അദ്ദേഹത്തിന്റെ കാലശേഷം അന്ത്യനാൾ വരേക്കും ഒരുത്തനും ഉച്ചരിക്കാൻ സാധ്യമല്ലാത്ത, പുതുതായി കണ്ടെത്താൻ സാധ്യമല്ലാത്ത, ഇത് ആവർത്തിച്ച് ചൊല്ലുക പറയുക എന്നതല്ലാതെ പുതുതായി ഒന്നും നിർമ്മിക്കാൻ പറ്റാത്ത അത്ഭുതകരമായ ഖുർആൻ നമുക്ക് ഓതി തന്ന പ്രവാചകനാണ് ആമീൻ പറഞ്ഞിരിക്കുന്നത്. ആ ഖുർആൻ എത്തിച്ചു തന്ന ജിബ്രീൽ അലൈഹിസ്സലാമാണ്. റമളാൻ വന്നിട്ടും പാപമുക്തി നേടുന്നില്ല എങ്കിൽ, നരക വിമുക്തി നേടുന്നില്ല എങ്കിൽ അവർക്ക് സകലത്തിന്റെയും നാശം, ശാപം എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അത് ആമീൻ ചൊല്ലിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, അസ്സിയാമു ജുന്നത്തുൻ, നിങ്ങളെ മൂടാൻ വരുന്ന ആ നരകമുണ്ടല്ലോ, അതിനെ നേരിടാനുള്ള പരിചയാണ് കേട്ടോ നോമ്പ് എന്ന് പറയുകയും ഒരടിമയെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക തന്നെ ചെയ്യും. റമദാൻ നെഞ്ചേറ്റു വാങ്ങണം. അതിനോടൊരു വല്ലാത്തൊരു ഹുബ്ബിലേക്ക് നമ്മൾ വരണം. അവസാനത്തെ ശ്വാസം വരെ റമദാനിനെ ആദരിക്കുവാൻ നമ്മൾ തീരുമാനമെടുക്കണം. എത്ര പെരുന്നാളൊക്കെ എത്ര വളരെ ഈസിയാക്കപ്പെട്ട, നോക്കൂ 10 മിനിറ്റിനാ സാധനമൊക്കെ വീട്ടിലെത്തുന്നത്. ഇപ്പൊ 10 മിനിറ്റാണ്. കുട്ടികൾക്കൊക്കെ അതിന്റെ ഐഡിയൽ ട്രിക്കുകളൊക്കെ അറിയാം. അത്രയും പണിയുള്ളൂ, അല്ലെങ്കിൽ ഒരുത്തരോട് പറയേണ്ട താമസമുള്ളൂ. നോമ്പ് 20 ആകുമ്പോഴേക്കും പെരുന്നാൾ ആഘോഷിക്കുന്ന കുറെ ആളുകളെ വരെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരികളെ, ഇത് പൂർണ്ണമായും നേടിയെടുത്ത് 11 മാസമല്ല ജീവിതകാലം മുഴുവനും അത് ഉപയോഗപ്പെടുമാർ അതിനെ സ്വീകരിക്കുവാൻ സാധ്യമല്ലാത്തവരെ കുറിച്ചാ പറഞ്ഞിരിക്കുന്നത്. അവർക്ക് വലിയ നാശമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആമീൻ ചൊല്ലിയിരിക്കുന്നത്. മാത്രമല്ല, നോമ്പുകാരനെ ആദരിക്കുന്ന പ്രതിഫലം നോക്കൂ നിങ്ങൾ. അള്ളാന്റെ റസൂല് പറഞ്ഞതുപോലെ ഉണ്ടാവുമല്ലോ.
ആരെങ്കിലും നോമ്പുകാരൻ, അത് ഏത് പണക്കാരനാണെങ്കിലും രാജാവാണെങ്കിലും, മൻ ഫതറ സായിമൻ കാന ലഹു മഗ്ഫിറത്തൻ ലിദുനൂബി, ഒരുത്തൻ നോമ്പുകാരനെ നോമ്പ് തുറപ്പിക്കുന്നുവെങ്കിൽ അവന്റെ പാപമോചനത്തിനത് കാരണമായി തീരും. നോമ്പ് തുറപ്പിക്കുന്നവന്റെ പാപമോചനത്തിനത് കാരണമായി തീരും. ഒന്ന്, അവന്റെ നരകവിമുക്തിക്ക് അത് കാരണമായി തീരും. രണ്ട്, അതോടൊപ്പം തന്നെ നോമ്പനുഷ്ഠിച്ചത് ഉള്ളവന് എത്ര പ്രതിഫലമാണോ അതുപോലുള്ളൊരു പ്രതിഫലവും ഈ നോമ്പ് തുറപ്പിച്ചവന് നൽകപ്പെടും. അത് കണ്ടിട്ട് നോമ്പ് തുറപ്പിക്കുക, നോമ്പ് തുറന്നവന്റെ പ്രതിഫലത്തിൽ പ്രവാചകൻ പറയുകൻ മിൻ അജ്രിഹി ശൈഉൻ, അതുകൊണ്ട് നോമ്പനുഷ്ഠിച്ചവന്റെ പ്രതിഫലത്തിൽ യാതൊരു കുറവും വരികയുമില്ല. ഇതാണ് ഇത്രയും വലിയ പ്രതിഫലമാണ്. കാരണം റമദാൻ അത്രയും പ്രധാനപ്പെട്ടതാണ്. നോമ്പ് എന്ന് പറഞ്ഞാൽ അത്രയും പ്രധാനപ്പെട്ടതാണ്. ഒരുത്തൻ നോമ്പ് തോൽക്കുക എന്ന് പറഞ്ഞാൽ അത്രയും പ്രാധാന്യമുള്ളതാണ്. ആ അർത്ഥത്തിലുള്ള വൻ പ്രതിഫലമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കും. സൽമാൻ അൽ ഫാരിസി ധരിക്കുന്ന ഒരു ഹദീസിലൊക്കെ നമുക്ക് പ്രസിദ്ധമാണ്. ഷഅബാന്റെ അവസാനത്തിൽ റസൂൽ പ്രസംഗിച്ചു. ഷഅബാന്റെ അവസാനത്തിൽ വരാൻ പോകുന്ന മാസമുണ്ടല്ലോ, ഈ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഈ മാസം, അത് മഹത്തേറിയതാണ് കേട്ടോ, അനുഗ്രഹീതമാണ് കേട്ടോ. അനുഗ്രഹം അത് മാത്രമല്ല, 1000 മാസത്തേക്കാൾ ഉത്തമമായ ഒരു രാത്രി അതിൽ കിടത്തിയിരിക്കുന്നു, അല്ലാഹു വെച്ചിരിക്കുന്നു. അതെന്തുകൊണ്ടാണ്? നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിലൊക്കെ ജനത 950 കൊല്ലം വരെ ജീവിച്ചിരുന്നു. അപ്പൊ അവർക്ക് അത്രയും അവസരമുണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുവാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോ അള്ളാഹുവിന്റെ റസൂല് അതിനെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചത് കൊണ്ടായിരിക്കാം അള്ളാഹുവിന്റെ റസൂലിന് ഹദിയായിട്ട് നൽകിയതാണ് ഈ 1000 മാസത്തേക്കാൾ ഉത്തമമായ ഒരു രാത്രി. 80 ചില്ലാനം വർഷം ഇബാദത്ത് ചെയ്ത പുണ്യം ഒരൊറ്റ ദിവസം നിന്റെ സമുദായത്തിന് ഞാൻ നൽകാം എന്ന് പറഞ്ഞ് ലൈലത്തുൽ ഖുർആൻ തന്നെ അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തേക്കാൾ ഉത്തമമായ ഒരു ദിനം അതിലുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും, ഈ മാസത്തിൽ നോമ്പ് നിർബന്ധമാണ്. മാത്രമല്ല രാത്രിയിലെ നമസ്കാരം പ്രത്യേകമായ സുന്നത്തുണ്ട്. അതുപോലെ തന്നെ വല്ലവനും ഈ മാസം അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചു ഒരു നന്മ പ്രവർത്തിച്ചാൽ, എന്തെങ്കിലും ഒരാളോട് ചിരിച്ചു, അത് നന്മയുള്ള പുഞ്ചിരിച്ചു, ഒരു മനുഷ്യനെ കണ്ടിട്ട് പുഞ്ചിരിച്ചു, അത് തന്നെ അതിൻ്റെ എന്താണ്? ഫർളിന്റെ പ്രതിഫലമാണ്. എത്രത്തോളം മത്സരിക്കേണ്ടതുണ്ട്, ജനങ്ങളിലേക്ക് ഇറങ്ങി പുഞ്ചിരി സദക്കയാണെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ ജാതി മതം ഒന്നും നോക്കാൻ പറഞ്ഞിട്ടില്ല, ശത്രു മിത്രം പോലും നോക്കാൻ പറഞ്ഞിട്ടില്ല. ആ പുഞ്ചിരിയുടെ ആ അർത്ഥത്തിൽ പുഞ്ചിരിക്കാൻ കഴിയുന്ന ഏകജീവിയാണ്. അപ്പൊ ബാക്കി നന്മകളുടെ ഒക്കെ സ്ഥിതി എന്താണ്? ഈയിടെ ഒരു ഹദീസ് കാണാൻ സാധിച്ചു, ഒരാളുടെ ആവശ്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ 10 കൊല്ലം മസ്ജിദ് നബവിയിൽ ഇത്തികാഫിരിക്കുന്നതിലേറെ പ്രതിഫലം അതിനുണ്ട് എന്നാണ്. അപ്പൊ ജനങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെടാത്തവൻ എത്ര ഇത്തികാഫി ഇരുന്നാലും ഫലമില്ല എന്നർത്ഥം. അതുകൊണ്ട് ജനങ്ങളുമായുള്ള ബന്ധം ഊഷ്മളമായിരിക്കണം, അത് അവർക്ക് അനുഭവം. അപ്പോൾ അങ്ങനെ ഒരു നന്മയിലേക്ക് ഒരാൾ ഇറങ്ങി തിരിച്ചാൽ അവർക്ക് ഫർളുകളുടെ കൂലിയാണ് എന്നാണ് അവർക്കുള്ളത്. മാത്രമല്ല ഒരു ഫർള് എടുത്താലോ, അള്ളാഹു നിർബന്ധമാക്കിയ ഒരു കാര്യം അവൻ ചെയ്തു കഴിഞ്ഞാലോ 70 ഫർളിന്റെ കൂലി എന്നാണ്. 70നെ കുറിച്ച് റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ഈ മിമ്പറിൽ വെച്ച് തന്നെ പറഞ്ഞു, 70 അറ്റമില്ലാത്തതെന്ന് അർത്ഥമുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അസ്തഗ്ഫിർ ലഹും ഔ ലാ തസ്തഗ്ഫിർ ലഹും ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറത്തൻ ലാ യഗ്ഫിറുല്ലാഹു ലഹും. നീ അവർക്ക് പാപമോചനം തേടിയാലും ഇല്ലെങ്കിലും സമമാണ്. നീ അവർക്ക് വേണ്ടി 70 വട്ടം പാപമോചനം തേടിയാലും ഞാൻ അവർക്ക് പുറത്തു കൊടുക്കില്ല എന്ന് മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞപ്പോ പ്രവാചകൻ അതിനെക്കുറിച്ച് പറഞ്ഞു, 70ലേറെ തവണ ഞാൻ അവർക്ക് പാപമോചനം തേടിയാൽ അള്ളാഹു എങ്ങാനും പുറത്തു കൊടുക്കുമായിരുന്നുവെങ്കിൽ ഞാനത് തേടുമായിരുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? എത്ര അറ്റമില്ലാത്തതെന്താണ്. അതുകൊണ്ടാണ് ഒരു ഫർളിന്റെ കൂലി എന്ന് പറയുന്നത്, അതിന് 70 ഫർളുകളുടെ കൂലി എന്ന് പ്രവാചകൻ പറഞ്ഞു. മാത്രമല്ല ഇത് സഹിക്കാനുള്ള മാസമാണ്. നമുക്ക് ഒരുപാട് താല്പര്യങ്ങളുണ്ട്. മൊബൈലിന്റെ കാര്യത്തിലൊക്കെയാണ് സഹിക്കേണ്ടത്, ക്ഷമിക്കേണ്ടത്, അതിൻ്റെ ഒക്കെ ഉപയോഗം. അതുപോലെ ഇൻസ്റ്റാഗ്രാം മുതൽ അതൊന്ന് ഇമ്മാസം ഒന്ന് പൂട്ടിവെക്കാൻ ശ്രമിക്കേണ്ടത്. എൻ്റെ അർത്ഥം വളരെ നിർബന്ധമായ ഒരു നിലക്കും ഒഴിച്ചുകൂടാത്തത് ഉപയോഗിക്കാൻ പാടില്ല എന്നല്ല പറഞ്ഞു വരുന്നു. അതേ ഉപയോഗിക്കാവൂ. ഈ തോണ്ടൽ ഒഴിവാക്കിയിട്ട് അത് മാത്രമല്ല, ഇന്ന് 2026 ഫത്വ ആയിട്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഈ കാലഘട്ടത്തിൽ നോമ്പ് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തേണ്ടത് സ്ക്രീൻ ടൈമിന്റെ കാര്യത്തിലാണ്. അത് കുടുംബത്തിനും വീടിനും നാടിനും സമൂഹത്തിനും സ്വന്തത്തിനും ആത്മാവിനും ഒക്കെ വേണ്ടിയിട്ട് അതിലേക്ക് തിരിയാതെ ഈ സ്ക്രീനിൽ തന്നെയാണ് കെട്ടിയിടുന്നതെങ്കിൽ ആ നോമ്പ് ഫലം ചെയ്യാൻ സാധ്യത വളരെ കുറവാണ്.
കുട്ടികളൊക്കെ വളരെയധികം അവശരാക്കപ്പെട്ടിരിക്കുന്നു. സ്ക്രീൻ ടൈം കൂടി കൂടി അവസാനം ബന്ധങ്ങളില്ല, കുടുംബമൊന്നുമില്ല. വാപ്പ അതിന്റെ മാതൃകയാ. അതുകൊണ്ട് നോമ്പിനെങ്കിലും ഒരു ഉത്ബോധനം നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ അർത്ഥത്തിൽ സഹിക്കേണ്ട മാസമാണ്, സഹാനുഭൂതിയുടെ മാസം കൂടിയാണ്. സഹാനുഭൂതി അവന് വഴിഞ്ഞൊഴുകണം. ചില പൈസകളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടാവും, ബാങ്കിലൊക്കെ കുറച്ച് കാശ് കെട്ടിക്കിടക്കുന്നുണ്ടാവും. അതൊക്കെ കൂടി ഇങ്ങോട്ട് ഇറക്കണം ഈ മാസം മൊത്തം പൊടി തട്ടി ഇറക്കാനുള്ള മാസമാണ്. റസൂൽ സാഹിബ് അത് ചെയ്യാറുണ്ട്. എന്നിട്ട് അരമുറുക്കി കൊടുക്കാറുണ്ട്. എന്നിട്ട് പൈസ ഒന്നും എടുത്തു വെച്ചതില്ലെങ്കിൽ റസൂല് പിന്നെ തരാമെന്ന് പറയുന്നുകൊണ്ട് കടം വാങ്ങുന്നതാണ് ആ അർത്ഥത്തിൽ. അത്രത്തോളം ചെയ്തിട്ടെങ്കിലും നിങ്ങൾ ചെയ്യണം. കടം പറഞ്ഞാല് വീട്ടണമെന്ന് ആഗ്രഹിച്ച് ആരെങ്കിലും കടം വാങ്ങിയാൽ അവൻ അള്ളാഹു സഹായിക്കുക തന്നെ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വീട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും കടം വാങ്ങിയാൽ. അതുകൊണ്ട് ആ അർത്ഥത്തിൽ ഒന്നായിട്ട് പൊടി തട്ടേണ്ടതാണ്. എടുത്തു വെച്ച നോട്ടുകൾ ഉണ്ടെങ്കിൽ ആ നോട്ടുകളൊക്കെ പുത്തൻ നോട്ടുകളാണ് എങ്കിൽ അതിനുവേണ്ടി പുറത്തേക്ക് ഇങ്ങോട്ട് എടുക്കണം. നമ്മൾ പുറത്തേക്ക് എടുത്തിട്ട് അതങ്ങട്ട് ചെലവഴിക്കാൻ നമുക്ക് സാധിക്കണം. ബാങ്കിൽ അക്കൗണ്ട് അതിന്ന് സീറോയിലേക്ക് കൊണ്ടുവരേണ്ട മാസമാണ്. അതിന്റെ അർത്ഥം തൊലഞ്ഞു പോകണമെന്നല്ല, അവൻ തൊലയില്ല. റമദാനിൽ അങ്ങനെ ആ അർത്ഥത്തിൽ ചെലവഴിച്ചവനെ തൊലയുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ സദക്ക ദാനധർമ്മങ്ങൾ ഒരിക്കലും സമ്പത്തിനെ കുറക്കുകയില്ല. അതിന്റെ അർത്ഥം ദൂർത്തടിക്കണമെന്ന അസ്ഥാനത്ത് കൊണ്ടുപോയി കൊടുക്കണമെന്നൊന്നുമല്ല. സ്ഥാനം കണ്ടെത്താൻ അള്ളാഹുവോട് പറയണം. എന്റെ കാശ് ഞാൻ എവിടേക്കാ കൊടുക്കേണ്ടത് നീ തന്നെ പറഞ്ഞുകൊണ്ടാ. എന്റെ മുതൽ ഞാൻ എവിടെയാണ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്, ഞാൻ ആർക്കാണ് ബാക്കി വെക്കേണ്ടത്, എത്രയാണ് ബാക്കി വെക്കേണ്ടത്. ഒരു അണാപ്പയ്യും എനിക്ക് പരലോകത്ത് വെച്ച് മറുപടി പറയാൻ പറ്റാത്തൊരവസ്ഥ ഇല്ലാതിരിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ അർത്ഥത്തിൽ അള്ളാഹുവിനോട് ചോദിച്ച് അള്ളാഹുവിനുമ്പിൽ സമർപ്പിക്കാൻ പറ്റുമോ, കഴിയുമോ? അതാണ് അള്ളാഹുവിന്റെ ചോദ്യം. നമ്മളുടെ സകലതിനെയും ആ സകലതും സമർപ്പണമാണ് ഇസ്ലാം. ആ അർത്ഥത്തിൽ അത് സമർപ്പിക്കേണ്ട മാസമാണ് റമദാൻ. അതുകൊണ്ട് നിങ്ങൾ സഹാനുഭൂതിയുടെ മാസം കൂടിയാണ് എന്ന് പ്രവാചകൻ ഇതിനെക്കുറിച്ച് പറയുകയുണ്ട്. അതുകൊണ്ട് ഓരോ അമലിനും മനുഷ്യന് ഭൂമുഖത്ത് വെച്ചിരിക്കുന്ന പ്രതിഫലത്തെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞു. ആദം സന്തതിയുടെ ഓരോ കർമ്മങ്ങൾക്കും അവന്റെ ഉദ്ദേശമനുസരിച്ച് ലക്ഷ്യമനുസരിച്ച് 10 മുതൽ 700 ഇരട്ടി വരെ. 700 മറ്റമില്ലാത്തതെന്ന് അർത്ഥം ഉണ്ടാവും ചിലപ്പോ. അങ്ങനെ തന്നെ 70 അങ്ങനെ ഉണ്ടെങ്കിൽ 700 അങ്ങനെ ചില പ്രയോഗങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് പ്രതിഫലം വർദ്ധിപ്പിക്കപ്പെടും, സ്വാഭാവികമായി തന്നെ പ്രതിഫലപ്പെടും. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞിരിക്കുന്നു, ഇല്ല സൗം, നോമ്പ് അവിടെ നിൽക്കുകയില്ല. 700-ൽ ഒതുങ്ങുന്നതല്ല റമളാൻ, 700-ൽ ഒതുങ്ങുന്നതല്ല സൗം എന്ന് പറയുന്നത്. നോമ്പിന്റെ സ്ഥിതി അത്രയുമല്ല. എന്നിട്ട് അള്ളാഹു പറയാൻ കണക്കില്ലാത്തത് കൊണ്ട് അള്ളാഹു പറയാൻ തയ്യാറില്ല. എന്നിട്ട് അള്ളാഹ് എന്താ പറഞ്ഞിരിക്കുന്നത്? അത് എനിക്കുള്ളതാ, അത് എന്റെ മുതലാ. റമദാനും നോമ്പും എന്ന് പറയുന്നത് ഷഹറുള്ള അള്ളാഹുവിൻ്റെതാ. അതുകൊണ്ട് അന്ന് ചെയ്യുന്ന കർമ്മങ്ങളും എനിക്കുള്ളതാണ് എന്ന് പറയുകയുണ്ടായി. നോമ്പുകാരന് വരാതിരിക്കുന്ന 2 മഹാ അനുഗ്രഹം. ഒന്നെന്താണ്? 30 നോമ്പ് തുറപ്പിക്കുമ്പോൾ ഉള്ള ആഘോഷം. അതിന്റെ ഒന്നാമത്തെ ഒന്നിച്ചുള്ള വരതാണ് ഇഫ്താർ എന്ന് പറയും. ഇതിൽ ഫിത്ർ എന്ന് പറയുന്നു. അതൊരു വലിയ സന്തോഷം തന്നെയാണ്, നമുക്ക് അനുഭവിക്കാൻ പറ്റും. കുട്ടികളൊക്കെ, ഏത് കുട്ടികളും ചെറുപെരുന്നാൾ വല്ലാത്തൊരു ആഘോഷമാണ്. ചെറുപെരുന്നാൾ അതിന് മക്കളൊക്കെ പറയാറുണ്ട്, വലിയൊരുന്നാൾ വേണമെങ്കിൽ നിങ്ങൾ എവിടേക്കെങ്കിലൊക്കെ പോയിക്കോളെ, ചെറിയൊരുനാളിന് പോവല്ലേ എന്ന് പറയുന്ന മക്കളെ നമുക്ക് കാണാൻ സാധിക്കും. വല്ലാത്തൊരു ആഘോഷമാണത്. 30 നോമ്പുകൾ ഒന്നിച്ചുള്ള ത്വറ എന്ന് പറയും, ഇതിൽ ഫിത്ർ എന്ന് പറയുന്നു. അതേപോലെ തന്നെയാണ് ഇതിൽ അള്ളാഹേക്കാളും ഇതിൽ മാത്രമല്ല അന്നത്തെ സന്തോഷം ഭൂമിയിലുള്ള ഒരു ചെറിയ സന്തോഷമാണ് എങ്കിൽ നിങ്ങൾക്ക് വൻ സന്തോഷം നിങ്ങളുടെ നോമ്പുകാരനെ കാത്തിരിക്കുന്നുണ്ട്. തന്റെ നാഥനെ, തന്റെ ഭാര്യയുടെ ഉടമയെ, തന്റെ സമ്പത്തിന്റെ ഉടമയെ, തന്റെ സൗന്ദര്യത്തിന്റെ ഉടമയെ, തന്നെ ഈ ശ്വാസം അയച്ച് ഭൂമിയിൽ ഇങ്ങനെ നടക്കാൻ സമ്മതിക്കുന്ന അതിന്റെ യഥാർത്ഥ യജമാനൻ ഇവനായിരുന്നു അവൻ. അത് എന്ന് മനസ്സിലാക്കുന്ന ഒരു കാലഘട്ടം, കാണുന്ന ഒരു ദിവസം, അത് നിങ്ങൾക്ക് നോമ്പിലൂടെ നേടിയെടുക്കണം നിങ്ങൾ എന്നാ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആ ലിഖാ അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അദ്ദുന്യാ മസ്റഅത്തുൽ ആഖിറ, ഈ ആഖിറം നേടാനുള്ള കൃഷിയിടം മാത്രമാണ് ദുനിയാവ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് വിശുദ്ധ ഖുർആനാണ് ഇതിന് വഴി കാണിക്കുന്നത്. അതുകൊണ്ട് ഖുർആൻ ഇല്ലാതെ റമദാൻ ഇല്ല. അതുകൊണ്ട് മനുഷ്യന് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധമാണ്. പല വീടുകളിലും പോയി ഞാൻ ചോദിച്ചു, ഓരോരുത്തർക്കും ഓരോ ഖുർആൻ ഉണ്ടോ നിങ്ങളുടെ വീട്ടില് മനസ്സിലാവുന്ന ഭാഷയിൽ? അതില്ല. അധിക വീടുകളിലും അതില്ല. ഓരോരുത്തർക്കും റൂമുണ്ട്, കട്ടിലുണ്ട്, കിടക്കുണ്ട്, ഡ്രസ്സുകൾ ഒരുപാടുണ്ട്.
ഈ ഖുർആന്റെ പരിഭാഷയെക്കാളൊക്കെ വൻ വിലയുള്ള ഡ്രസ്സുകൾ എല്ലാ മാസവും വർഷവും വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തൊക്കെ പുസ്തകങ്ങൾ വേണോ അതിലേക്ക് സാധ്യതയുള്ള ഡിക്ഷണറി ഡയറി ഉൾപ്പെടെ എന്തൊക്കെ ഗൈഡുകളുണ്ട് അതൊക്കെ വാങ്ങിക്കൊടുക്കും. പക്ഷേ ഒരാൾക്കൊരു ഖുർആൻ ഇത് നിന്റേതാണ്, ഇത് നീ വായിച്ചുകൊണ്ടേയിരിക്കണം, ഒരു ദിവസവും അതിൽ നിന്ന് മുഖം തെറ്റി പോവരുത്. നിന്റെ ഏത് ദിവസമാണ് മരണമെന്നറിയില്ല, അതുകൊണ്ട് അന്ന് നീ ഇമാമാക്കണം. എന്റെ ഇമാമ് ഖുർആനാണെന്ന് മോനെ നീ പറയണം. ഇത് ഞാൻ നിന്നെ ഏൽപ്പിച്ച അമാനത്താണ്. എന്നിട്ട് എന്റെ റബ്ബിന്റെ അടുത്തേക്ക് പോയി പറയണം. ഉമർ ഇബ്നു അബ്ദുല്ലാഹ് എന്ന് പറഞ്ഞതുപോലെ 14 മക്കളെ ചുറ്റും നിർത്തി മരണവേളയിൽ അദ്ദേഹം പറഞ്ഞു, 14 മക്കളുണ്ട്, ആ 14 മക്കളിലും തുന്നിയ വസ്ത്രങ്ങളാണ് അധികം ആളുകളും ഇട്ടിരിക്കുന്നത്. എന്നിട്ട് ആ വസ്ത്രം നോക്കി ഭരണാധികാരി പറയുകയാണ്, വസ്ത്രം നോക്കി, നിങ്ങൾക്ക് ദുനിയാവിൽ ഒരുപാട് നേടിത്തരാൻ എനിക്ക് സാധിച്ചിട്ടില്ല, അതൊരു സത്യം തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും വലുത് ഞാൻ ദുനിയാവിൽ തന്നെ വെച്ച് നൽകിയിട്ടുള്ളതാണ് ഖുർആൻ. അതാണ് ഖുർആൻ. ഈ ഖുർആൻ കിട്ടിയ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കാര്യം റബ്ബുൽ ആലമീനായ തമ്പുരാൻ ഏൽക്കുമെന്ന് അവൻ എനിക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അതൊരു സത്യം തന്നെയാണ്, അതൊരു സത്യം തന്നെ. അവരാരും തൊലഞ്ഞു പോയിട്ടില്ലല്ലോ. അവരുടെ ഒരു മക്ബറ പോലും ലോകത്തില്ല. അദ്ദേഹം അതിനറിയാമായിരുന്നു. അദ്ദേഹം ഒരു ജൂതനോട് പറഞ്ഞു, എന്റെ ഖബറിടത്തിന് ഒരു 6 അടി മണ്ണ് താങ്കൾ തരണം, അതൊരു വർഷത്തേക്ക് അതിന് എത്രയാണ് താങ്കൾക്ക് വാടക വേണ്ടത് അത് ഞാൻ തരും, 6 അടി മാത്രം മതി. എന്നിട്ട് ഒരു കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ അത് ഉഴുതുമറിച്ച് കൃഷി ചെയ്യണം, അതിന് വാടക വാങ്ങി അത് നിശ്ചയിച്ചിട്ട് അവിടെയാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് മറമാടപ്പെട്ടത്. ഇത്രയും ഉണ്ട് സഖി എന്നുള്ള പാട്ടൊക്കെ നമ്മൾ കേൾക്കുമ്പോ ഇത് ഇദ്ദേഹത്തെ കുറിച്ചായിരുന്നു. ലോകം മുഴുവനും അതിജയിച്ചു, ഏറ്റവും ആദ്യത്തെ മുജദ്ദിദ് എന്നും അദ്ദേഹത്തെ കുറിച്ച് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ആ മഹാനാ പറയുന്നത്, മക്കൾക്ക് നിങ്ങൾ കോടികൾ സമ്പാദിച്ചു കൊടുത്താലും ഈ അർത്ഥത്തിൽ ഒരു ഖുർആൻ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ പോയി മക്കളെ, ഞങ്ങളുടെ കഥ പോയി എന്ന് പോയിട്ടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ ഖുർആന്റെ നിഷേധിയാ, അവനാ ഖുർആന്റെ നിഷേധി. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ സൂറത്തുൽ മുസമ്മിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ഫഖറഉ മാ തയസ്സറ മിനൽ ഖുർആൻ, അതിനാൽ ഖുർആനിൽ നിങ്ങൾ ഓതിക്കൊണ്ടേയിരിക്കണം, കഴിയുന്നത് എത്രയാണോ അത്രയും ഖുർആൻ നിങ്ങൾ ഓതിക്കൊണ്ടേയിരിക്കണം. അലിമ അൻ സയകൂന മിൻകും മർള, നിങ്ങളിൽ ചില ആളുകളൊക്കെ രോഗികളാണെന്ന് എനിക്കറിയാം, എന്നാലും ഓതണം. അള്ളാഹ് പറയാ, നിങ്ങളൊക്കെ രോഗികളാണ് പല ആളുകളും എന്ന് എനിക്കറിയാം, അള്ളാഹ്ക്ക് നല്ലോണം അറിയണ്ട്, എന്നാലും ഓതണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വആഖറൂന യദ്രിബൂന ഫിൽ അർളി യബ്തഊന മിൻ ഫദ്ലില്ലാഹ്, വേറെ കുറെ ആളുകളുണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹം തേടി ഭൂമിയിൽ അവർ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്, സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതാണ് നെട്ടോട്ടം ഓടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ ആക്കിയെന്നുള്ളൂ. ഭൂമിയിൽ ഫദ്ലും തേടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്, കച്ചവടവും അതുമായി ബിസിനസ്സും പല കാര്യങ്ങളുമായിക്കൊണ്ട്, അതും അള്ളാഹുവിനറിയാം, എന്നാലും ഓതണം ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വആഖറൂന യുഖാതിലുന ഫീ സബീലില്ലാഹ്, വേറെ കുറെ ആളുകൾ ഇസ്ലാമിക പ്രവർത്തനത്തിലാണ്, അവരിങ്ങനെ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിന് വേണ്ടി അത് സമരസജ്ജരായി അവരിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, എന്നാലും ഓതണം. എത്ര തിരക്കുള്ളവരാണെങ്കിലും നിങ്ങൾ ഓതണം. എന്നിട്ട് അള്ളാഹു പറയാണ്, വഖറഉ മാ തയസ്സറ മിൻഹും, എന്നാലും നിങ്ങൾ ഖുർആനിൽ ഓതിക്കൊണ്ടിരിക്കണം, എന്നാലും നിങ്ങൾ വിട്ടുപോകരുത്. ഖുർആനിന്റെ സ്വന്തത്തിൽ നിന്ന് അത് വിട്ടുപോകുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവരുത്. എത്രയാണോ കഴിയുന്നത് അത്രയും ഓതിയിരിക്കണം, എത്രയാണോ കഴിയുന്നത് അത്രയും നിങ്ങൾ ഓതിയിരിക്കണം. എന്നിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? അഖീമുസ്സലാ, നിങ്ങൾ നമസ്കാരം നിലനിർത്തേണ്ടത്. ഖുർആൻ ഓതാതെ നമസ്കരിച്ചത് കൊണ്ട് ഫലം കിട്ടാൻ പോകുന്നില്ല നിങ്ങൾക്ക്. വആത്തുസ് സക്കാത്ത്, അതോടൊപ്പമാണ് നിങ്ങൾ സക്കാത്ത് കൊടുക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തർത്തീബ് പറഞ്ഞു തരാണ്, എങ്ങനെ ഒരു മനുഷ്യൻ വിശ്വാസിയായി മാറേണ്ടത്. നോക്കൂ നിങ്ങൾ, മാത്രമല്ല വഖറല്ലാഹു ഖർലൻ ഹസന, ഇങ്ങനെ നിങ്ങൾ അയക്കുന്ന വിശിഷ്ടമായ കടം, അതൊക്കെ വിശിഷ്ടമായ കടങ്ങളുണ്ടല്ലോ, അത് അള്ളാഹുവിന് നൽകണം. നിങ്ങൾ ഈ ഖുർആൻ ഓതി നമസ്കാരം അതേപോലെ നിലനിർത്തി, അതേപോലെ തന്നെ ഇസ്ലാമിക സക്കാത്തും സംസ്ഥാപിച്ച് വിശിഷ്ടമായ പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് നിങ്ങൾ അയക്കണം അള്ളാഹുവിലേക്ക് നിങ്ങൾ കൊടുത്തയക്കണം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വമാ നുഖദ്ദിമു ലി അൻഫുസികും മിൻ ഖൈറിൻ തജിദൂഹു ഇൻദല്ലാഹ്, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മുൻകൂട്ടി അയക്കുന്ന ഈ നന്മകളൊക്കെയും തന്നെ ഉണ്ടല്ലോ, അത് നിങ്ങൾ അള്ളാഹുവിൽ കണ്ടെത്തുക തന്നെ ചെയ്യും. ഈ തർത്തീബ് പാലിച്ചുകൊണ്ട് എത്ര രോഗിയാണെങ്കിലും, എനിക്കറിയാം കെ സി അബ്ദുൽ മൗലവി എന്ന് പറയുന്ന ഒരു മഹാപണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത് ഇങ്ങനെ രോഗം സന്ദർശനത്തിന് ആളുകളൊക്കെ വരുന്ന സമയത്ത് അദ്ദേഹം പല ആളുകളും ആശ്വാസം സൃഷ്ടിച്ചു പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് കുടുംബത്തോട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒരൊറ്റ ആവശ്യമുള്ളൂ,
നിങ്ങൾ എനിക്കൊരു കാര്യമേ ചെയ്തു തരേണ്ടതുള്ളൂ. എനിക്ക് ഖുർആൻ ഓതാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ, എനിക്ക് അള്ളാഹു ഖുർആൻ എന്നുള്ള പുസ്തകവും പരലോക ഖുർആനുള്ള പുസ്തകമൊക്കെ ലോകത്ത് തന്നെ ശ്രദ്ധേയമായ ഗ്രന്ഥങ്ങളാണ് അദ്ദേഹത്തിന്റെ. ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളൊക്കെ അദ്ദേഹം രചിച്ച മഹാരഥനാണ്. എനിക്ക് ഖുർആൻ സ്വന്തമായി ഓതാൻ പറ്റുകയില്ല എന്നൊരവസ്ഥ നിങ്ങളെങ്ങാനും കണ്ടാൽ, അങ്ങനെ ഒരു അവസ്ഥ, ഞാനിതങ്ങനെ മൗനമായിട്ടിരിക്കുന്നു, എന്റെ ചുണ്ടുകൾ ഇളകുന്നില്ല, ഖുർആന്റെ കാര്യത്തിൽ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നില്ല എന്ന് നിങ്ങൾക്കെങ്ങാനും തിരിഞ്ഞാൽ, അന്ന് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം. എന്റെ ഏതെങ്കിലും ഒരു പേരക്കുട്ടിയെ കൊണ്ട് നിങ്ങൾ എന്റെ മുമ്പിൽ ഖുർആൻ ഓതിത്തരണം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. മഹാരഥന യസ്യത്തുൽ ജമാഅത്തെ ഇസ്ലാമിയുടെ മുൻ അമീറായിരുന്നു. ഇതൊരു യാഥാർത്ഥ്യമാണ്. അള്ളാഹു അത് പറഞ്ഞത് ഗൗരവത്തിലെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഖുർആൻ ഒരു ദിവസവും പോവാൻ പാടില്ല, കാണാതെ പഠിച്ചും ഓതിക്കൊണ്ടൊക്കെ ഇരിക്കേണ്ടതുണ്ട് എന്നാണ്. അതുകൊണ്ട് അത് നിങ്ങൾ അള്ളാഹുവിൽ കണ്ടെത്തുക തന്നെ ചെയ്യും. അതാവും ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ളത് നിങ്ങൾക്ക് നല്ലത് അതാണ് കേട്ടോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും. അതിന്റെ പ്രതിഫലം അതിമഹത്തരമാണ് കേട്ടോ എന്ന് അള്ളാഹു തന്നെ പറയാം. അതിന്റെ പ്രതിഫലം അതിമഹത്തരമാണ്. പാപമോചനം തേട്. ഇതുവരെ അത് സാധിച്ചിട്ടില്ലെങ്കിൽ, ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ലെങ്കിൽ പാപമോചനം തേട്. നമ്മൾ പറഞ്ഞോ? ആരൊക്കെ പറഞ്ഞു? മനസ്സിലെങ്കിലും പറയും. പൊറുത്തുതാ റബ്ബേ ഇന്നല്ലാഹു ഗഫൂറുർ റഹീം. ഇനിയും നിങ്ങൾ തിരുത്തുകയാണ് എങ്കിൽ നിങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യവാനാണ്, ഗഫൂറാണവൻ, റഹീമാണവൻ. അതുകൊണ്ട് ഖുർആൻ കൊണ്ട് കളിക്കാനുള്ളതല്ല. ഖുർആൻ അറിയാത്തത് കൊണ്ട് നിങ്ങള് ഒറ്റുകൊടുക്കപ്പെടാണ് ഈ സമുദായത്തിന്റെ ആളുകളെ. മഹാ പണ്ഡിതന്മാരാണെന്നാ പറയുന്നത്. പക്ഷെ ഖുർആനിന്റെ പ്രാഥമിക വിവരമുണ്ടെങ്കിൽ ഈ സമുദായത്തെ ഒറ്റുകൊടുക്കാൻ സാധിക്കുമോ? ഗുജറാത്തിൽ കൊന്നൊടുക്കിയ, അതേപോലെ ആയിരക്കണക്കിന് ആളുകളെ കൊല്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഏറ്റവും വിശുദ്ധമായ ഭവനങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയ, അതേപോലെ മുസ്ലിം നാമത്തിന്റെ പേരിൽ അടിച്ചു കൊന്നുകൊണ്ടിരിക്കുന്ന, അതേപോലെ ആയിരക്കണക്കിന് പള്ളികൾ ലിസ്റ്റ് ഇട്ടിട്ട് അത് തകർക്കാൻ വേണ്ടി കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്ന, ഇനി പറഞ്ഞാൽ മിമ്പറിൽ വെച്ച് പറഞ്ഞാൽ തീരാത്തത്ര അതിക്രമം കാണിച്ചു കൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റുകൾക്ക് കൂട്ടിക്കൊടുപ്പ് നടത്തുന്ന അത്തരം ആളുകൾക്ക് നമ്മൾ മൗനമായിരിക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ, അതല്ല ഇസ്ലാം എന്ന് പറയുന്നത്. തിന്മയെ നന്മ കൊണ്ട് തന്നെ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് അതിനെ മറികടക്കാൻ നമ്മൾ ഖുർആൻ തന്നെ ഉപയോഗിക്കുന്നില്ല എങ്കിൽ, അതുകൊണ്ടാണ് ഏറ്റവും വലിയ ജിഹാദ് ഖുർആൻ കൊണ്ട് നടത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും വലിയ ജിഹാദ് ഏതാ? വലിയ ജിഹാദ് ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അക്ബറുൽ ജിഹാദു കലിമത്തു ഹഖ്ഖിൻ ഇൻദ സുൽത്താനിൻ ജാഹിർ. ജിഹാദിലെ ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറയുന്നത് അക്രമിയായ ഭരണാധികാരിയോട് സത്യം വിളിച്ചു പറയലാണ്. പീഡിതരാണ്, പള്ളി പൊളിക്കപ്പെട്ടിട്ട് ഇന്നും വരെ കിട്ടിയിട്ടില്ല. അടുത്ത പള്ളിയുടെ ലിസ്റ്റ് ഇട്ടിട്ട് നീക്കങ്ങൾ നടത്തുന്നുണ്ട്, അടിച്ചു കൊന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സമുദായത്തെ. ചുട്ടുകൊന്നതിന്റെ കണക്കിപ്പോഴും. അതേപോലെ ഈ സമൂഹത്തിന്റെ അവകാശങ്ങൾ നിന്ദ്യരാണ്, പുറന്തള്ളിക്കൊണ്ടിരിക്കുന്നു. ബംഗാളിലും അതുപോലുള്ള സ്ഥലങ്ങളിലും അഡ്രസ് പോലും ഇല്ലാതെ ആക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അത് പറയുകയും മാത്രമല്ല, അത് വിളിച്ചു പറയണം, ഞാനിത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ അർത്ഥത്തിൽ. അതുകൊണ്ട് അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവും എന്ന് പറയുന്നതിന് പകരം ഇവിടെ നിർഭയത്വമാണ് എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ പിന്നിൽ ഗൂഢമായ അജണ്ടകളുണ്ട്. അടുത്ത ഇലക്ഷനൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് കേരളത്തെ മൊത്തം വിഴുങ്ങിക്കളയാനുള്ള അജണ്ടകളെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കുവാൻ അതിന് ഖുർആനിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഖുർആൻ കയ്യിലുണ്ടെങ്കിൽ അത് തിരിയുള്ളൂ. പല പാർട്ടികളും നോക്കും നിങ്ങൾ, ഞാൻ തുറന്നു പറയാം, റമദാനെ മുൻനിർത്തിക്കൊണ്ട് ഖുർആനികമായ സംഗതികൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പല പാർട്ടികൾക്കും എന്ത് ദീനാണുള്ളത്? എന്താണ് അവർക്ക് ദീന്? മുസ്ലിം സമുദായത്തിൽപ്പെട്ട അംഗങ്ങൾ എന്നല്ലാതെ, മുസ്ലിം സമുദായത്തിൽപ്പെട്ട അംഗങ്ങൾ ഒരു കാര്യം നടത്തിയാൽ അതൊക്കെ ദീനാവും? ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ വല്ല നിലപാടുണ്ടോ? അള്ളാഹുവിന്റെ വിരോധങ്ങളിൽ വല്ല നിലപാടുണ്ടോ? അള്ളാഹുവിന്റെ ഹലാലുകളിൽ വല്ല നിലപാടുണ്ടോ? അതേപോലെ ഇസ്ലാമികമായ ഹക്കിമിയത്തും ഖിലാഫത്തിനും വല്ല നിലപാടും ആ സംഘടനകൾക്കുണ്ടോ? മിണ്ടാൻ പറ്റുമോ? സലാം പോലും പറയാൻ പറ്റാത്ത, ഒരു ഹംദും സലാത്തും പോലും ഉച്ചരിക്കാൻ പറ്റാത്ത അത്തരം സംഘടനകൾക്ക് ജീവിതകാലം മുഴുവനും പണയം വെച്ചിട്ട് അള്ളാഹുവിന്റെ ദീനിന് ഇതിനൊക്കെ പറ്റുന്ന ആർജവത്തോടു കൂടി ഇത് പറയാൻ പറ്റുന്ന അള്ളാഹുവിന്റെ ദീനിന് മാത്രമായി സമയം ചെലവഴിക്കാൻ വേറൊരു ജന്മം നമുക്ക് കിട്ടുമോ? വേറൊരു ജന്മം നമുക്കുണ്ടോ? അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരികളെ, ഇതൊന്നും ഗൗരവമുള്ള വിഷയമല്ലേ. ഇങ്ങനെ ഖുർആനെ കുറിച്ചും അതിനെ പറഞ്ഞു കൊടുത്തും അതിന്റെ കോപ്പികൾ വിതരണം ചെയ്തും അത് വായിച്ചു എന്ന് ഉറപ്പുവരുത്തുന്ന സംഘടനാ സംവിധാനം, അതേപോലെ നമസ്കരിച്ചു എന്ന് ഉറപ്പുവരുത്തുന്ന സംഘടനാ സംവിധാനം ഇനി എന്നാണ് നമ്മൾ പുതുതായിട്ട് രൂപപ്പെടുത്തുക? ഉള്ളതിലെങ്കിലും ചേർന്നിട്ട് അതിന്റെ മുന്നണി പോരാളികളായി മാറിക്കഴിഞ്ഞാൽ
നാളെ മഹ്ശറയിൽ ഈ ഖുർആൻ വെച്ച് വിചാരണ ചെയ്യപ്പെടുമ്പോ ഞാൻ നിരോധിച്ച പലിശക്കെതിരെ നീ എന്ത് നിലപാട് സ്വീകരിച്ചു, ഞാൻ കൽപ്പിച്ച ശരീഅത്തിന് വേണ്ടി നീ എന്ത് നിലപാട് സ്വീകരിച്ചു, ഞാൻ നിരോധിക്കപ്പെട്ട മദ്യത്തിനും വ്യഭിചാരത്തിനും ചൂതാട്ടത്തിനുമെതിരെ നിന്റെ സംഘടന എന്ത് നിലപാട് സ്വീകരിച്ചു എന്ന് അല്ലാഹു കണിശമായി വിചാരണ ചെയ്യുമ്പോ നമുക്ക് ഉത്തരം പറയാൻ പറ്റും. അതിന് ഖുർആൻ കയ്യിൽ വേണം, തൊക്കില് വേണം. അത് സ്വന്തം കുട്ടിക്ക് അത് കൊടുത്തെന്ന് ഉറപ്പുവരുത്തണം. അതുകൊണ്ട് അതിന് രോഗം പോലും പറയാൻ പറ്റില്ല. കാരണം ഒരു കാര്യവും അല്ലാഹു അതിന് അംഗീകരിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല അതുകൊണ്ട് പുതച്ചു മൂടിക്കിടക്കുന്നവനെ എഴുന്നേൽക്കെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പ്രവാചകനോട് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്. എങ്കിൽ അത് ഖുർആനാണ്. അതുകൊണ്ട് ഖുർആനിനെ അല്ലാഹു നിസാരമാക്കി കണ്ട ജനത്തിന്റെ അവസ്ഥ നാളെ വരാൻ പോകുന്നതിനെ കുറിച്ച് നമുക്ക് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു തരുന്നുണ്ട്. ഈ മിമ്പറിൽ വെച്ചത് ഇനി പറയാൻ പറ്റില്ലല്ലോ, സമയമില്ലല്ലോ. അതുകൊണ്ട് സഹോദരങ്ങളെ സഹോദരികളെ, ഖുർആനാണ് റമദാൻ. ഖുർആൻ മാത്രമാണല്ല റമദാൻ. ലൈലത്തുൽ ഖദ്ർ ഒരൊറ്റ പ്രത്യേകതയുള്ളൂ. 1000 മാസത്തെക്കാൾ ഉത്തമമായത് ഒരൊറ്റ കാരണത്താലാണ്. ഖുർആൻ ഇറങ്ങിയ ദിവസമാണത് എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഖുർആൻ 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 വായിക്കപ്പെടേണ്ടത്, വായിച്ചു കൊടുക്കേണ്ടത്, വായിപ്പിക്കേണ്ടത് എല്ലാം അതിനർത്ഥമുണ്ട്. ആ അർത്ഥത്തിൽ വിശുദ്ധ ഖുർആനെ നെഞ്ചേറ്റുവാങ്ങുന്ന റമദാനായി സത്യത്തിന്റെയും നീതിയുടെയും വക്താക്കളായി പ്രയോക്താക്കളായി ഈ ജനതയുടെ മുഴുവൻ വിമോചകരായി അള്ളാഹുവിനെ റസൂലിനെയും പ്രതിനിധീകരിച്ച് ഇറങ്ങിത്തിരിക്കുമ്പോ മതരാഷ്ട്രവാദികൾ എന്ന് വിളിച്ചാൽ പേടിച്ച് പിന്മാറരുത്. ഭ്രാന്തന്മാരും ഭീകരവാദികളും ജിഹാദികളും എന്നൊക്കെ വിളിച്ചാൽ, മൗദൂദികൾ എന്ന് വിളിച്ചാൽ, അതേപോലെ ആരെന്ത് വിളിച്ചാലും ഇത് വിശുദ്ധ ഖുർആനാണ്, ഇത് ദീനാണ്. ഇതിനല്ലാത്ത ഒരു ജീവിതമില്ല. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതൊക്കെ പ്രകടമായി തന്നെ പറയുന്ന റമദാൻ സംഗമത്തെ നിങ്ങൾ ഓർക്കണം. അതിലേക്ക് ആളുകളെ വിളിച്ച് നമ്മൾ ഒന്നിച്ച് കുടുംബസമേതം വന്നിട്ട് അതിനെ ചോദ്യം ചെയ്യണം. നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നവരല്ലേ, നിങ്ങൾ ഇതൊക്കെ ചെയ്തവരല്ലേ എന്ന് ചോദിച്ച് അവരിലുള്ള വീഴ്ചകൾ ഉണ്ടെങ്കിൽ അത് പുറത്തു ചാടിക്കണം. വീഴ്ചകളില്ല, സത്യാണ് പറയുന്നതെങ്കിൽ അതിന് നെഞ്ചേറ്റുവാങ്ങണം. ഈ ഒരു പ്രബോധന പ്രവർത്തനം രണ്ടും മുമ്പിൽ വെച്ച് നടക്കുന്ന ആ പ്രവർത്തനത്തിൽ ഏർപ്പെടണമെങ്കിൽ വിശുദ്ധ ഖുർആൻ നമ്മുടെ നെഞ്ചിലേക്ക് നമ്മൾ ആവാഹിച്ചെടുക്കേണ്ടതുണ്ട്. വീട്ടിൽ ചെന്ന് നമ്മൾ വിശുദ്ധ ഖുർആൻ നെഞ്ചത്ത് വെച്ചുകൊണ്ട് കരയാനാണ് റസൂൽ പറഞ്ഞിരിക്കുന്നത്. ഇത് തരണം, ഇത് തന്നേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള റമദാനാക്കി നമ്മൾ റമദാനെ മാറ്റുക. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാ അർത്ഥത്തിലും നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും.